ഹലോ ഡിയേഴ്സ്, അപ്പം നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ നമുക്ക് കുറച്ച് കൂണ് കിട്ടിയിട്ടുണ്ടായിരുന്നു. അത് നിങ്ങളെ കൂടി കാണിക്കാമെന്ന് വിചാരിച്ചു. അതെങ്ങനെയാണ് വൃത്തിയാക്കുന്നത്, എങ്ങനെയാണ് അത് വെച്ച് കറി ഉണ്ടാക്കുന്നതൊക്കെയാണ് കേട്ടോ വീഡിയോ. കറി ഉണ്ടാക്കുന്നത് നമ്മൾ മറ്റൊരു വീഡിയോ ആണ് ചെയ്തിട്ടുള്ളത്. ഇതിൽ വൃത്തിയാക്കുന്നത് മാത്രമേ ഉള്ളൂ. ഇപ്പം നല്ല മണ്ണൊക്കെ നമ്മൾ മണ്ണിൽ നിന്ന് പറിച്ചെടുക്കുന്നതല്ലേ, അതുകൊണ്ട് തന്നെ പിന്നെ മഴയൊക്കെ പെയ്ത കാരണം അത്യാവശ്യം നല്ല മണ്ണും ചളിയൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മളത് കഴുകിയൊക്കെ വൃത്തിയാക്കാൻ കുറച്ചധികം പണിയുണ്ട്. നല്ല മെനക്കെട്ട പണി തന്നെയാണ് കേട്ടോ. പക്ഷെ ഇതിൻ്റെ ടേസ്റ്റ് വെച്ച് നോക്കുമ്പോൾ ഭയങ്കര ടേസ്റ്റാണ്. അപ്പോൾ അത് വെച്ച് നോക്കുമ്പോൾ നമ്മൾ എങ്ങനെ മെനക്കെട്ടിട്ടാണെങ്കിലും ഇതുണ്ടാക്കി നമ്മൾ കഴിക്കും. അപ്പം നമ്മൾ പുറത്ത് കടയിൽ നിന്ന് വാങ്ങിക്കുന്ന നമ്മൾ കൃഷി ചെയ്തുണ്ടാക്കില്ലേ, ആ കൂണിനൊക്കെ ഭയങ്കര വ്യത്യാസമാണ് കേട്ടോ നമ്മളിങ്ങനെ കിട്ടുന്ന കൂണിന്. ഇതാണ് എനിക്ക് കുറച്ചും കൂടി ടേസ്റ്റ് കൂടുതലായിട്ട് നമുക്ക് തോന്നാറ് കേട്ടോ. ഇതിന് പ്രത്യേക ഒരു രുചി തന്നെയാണ്. അപ്പോൾ നമ്മളിവിടെ കൂണ് ഇങ്ങനെയാണ് നമ്മൾ തൊലി വലിച്ചെടുക്കുകയാണ് ചെയ്യുക കേട്ടോ. ഇനി നമ്മൾ ഇങ്ങനത്തെ ഒരു കത്തിയാണെങ്കിൽ നമുക്കിങ്ങനെ ചുരണ്ടി കളയാനും പറ്റും. അതെങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മുടെ സൗകര്യം പോലെ ചെയ്യാം. നമ്മളിവിടെ കൂണ് വൃത്തിയാക്കുന്നത് കണ്ടപ്പോൾ തന്നെ സായിക്കുട്ടൻ പറയുന്നുണ്ട്, നാളെ എനിക്ക് സ്കൂളിലേക്ക് കൂൺ കറി മതി എന്ന് പറയുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ഇങ്ങനെ നമുക്ക് നാട്ടിൽ നിന്ന് കൂൺ കിട്ടി കഴിച്ചവരുണ്ടോ? കഴിക്കാത്തവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. ഇതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കേണ്ട ഒരു സംഭവം തന്നെയാണ് ഈ കറി. അത്രയും നല്ല ടേസ്റ്റാണ്. നമുക്ക് ഇത് കഴിച്ച് ശീലമായവർക്ക് മറ്റേത് കഴിക്കുമ്പോൾ നല്ല വ്യത്യാസം അറിയാൻ പറ്റും കേട്ടോ. അപ്പം നമ്മളിങ്ങനെ വൃത്തിയാക്കിയതിന് ശേഷം നമ്മൾ പൊളിച്ചിട്ട് ഇങ്ങനെ ഇതിൻ്റെ ഉള്ളിലൊക്കെ പുഴുക്കളുണ്ടാവും. അത് ഇല്ലയെന്ന് നമ്മൾ നോക്കി ഉറപ്പ് വരുത്തിയിട്ട് ഉപയോഗിക്കുക. എന്നിട്ട് നമ്മൾ പിന്നെ ഇങ്ങനെ എല്ലാം പൊളിച്ച് നോക്കണം. അതിനുശേഷം പിന്നെ നമ്മൾ അതിൻ്റെ തണ്ടും എടുക്കും. തണ്ടും ഇതേപോലെ വൃത്തിയാക്കിയിട്ട് തൊലിയൊക്കെ നമ്മൾ ചുരണ്ടി കളഞ്ഞിട്ട് പൊളിച്ചിട്ട് പുഴുണ്ടോ എന്ന് നോക്കണം. കാണുമ്പോൾ നമുക്ക് ഒരുപാട് കൂണ് കിട്ടിയിട്ടുണ്ടെന്നൊക്കെ തോന്നും കേട്ടോ. പക്ഷെ ഇത് വൃത്തിയാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് വളരെ കുറച്ച് തന്നെ ഉണ്ടാവുള്ളൂ. കുറേ എണ്ണത്തിൻ്റെ അകത്തൊക്കെ പുഴു ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ നമ്മൾ ഒഴിവാക്കി. നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് നമ്മൾ കുറേ അത് ഫോക്കസ് ചെയ്ത് കുറേ നോക്കി കേട്ടോ. പക്ഷേ പുഴുവിനെ അതിൻ്റെ ഉള്ളിലായിട്ട് നമുക്ക് കാണിച്ചു തരാൻ പറ്റണില്ല. എന്നാലും ഞാൻ ഇവിടെ കാണിക്കുന്നുണ്ട് കേട്ടോ. എൻ്റെ കയ്യിലൂടെ കയറി പോകുന്നത് നിങ്ങൾക്ക് കാണാം പുഴു. അത്രയും ചെറുതാണ്. അപ്പോൾ നമ്മൾ അത്രയും ശ്രദ്ധിച്ച് തന്നെ നോക്കണം. പിന്നെ നമ്മളത് ചൂടുവെള്ളത്തിലിട്ട് കഴുകുന്നുണ്ട്. എന്നാൽ പോലും നമ്മൾ പുഴുവിനെ നോക്കി അത് ഒഴിവാക്കിയിട്ട് എടുക്കുന്നത് തന്നെയാണ് നല്ലത്. അപ്പോൾ അത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എല്ലാവരും ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.